സർ, അമേരിക്കയിൽ രാജിവെച്ചൊഴിയുന്നത് 1,00,000 സർക്കാർ ജീവനക്കാരാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടുരാജി. ട്രംപിന്റെ നടപടികൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നുണ്ടോ? അതെ, അത് ഞാനിപ്പോഴും ആലോചിച്ചുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത്. ഈവൻ ഇന്ത്യക്കാർ പോലും പ്രതികരിക്കുന്നില്ല. സാധാരണ ഇന്ത്യയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടായാൽ നമ്മുടെ ഇന്ത്യക്കാരാണ് ആദ്യം മുന്നോട്ട് വരിക. നമ്മുടെ ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞുള്ള സാങ്ഷൻ വന്നപ്പോഴും ന്യൂക്ലിയർ ട്രീറ്റിയിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴുമൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഏകദേശം 3 മില്യണോളമുള്ള ഇന്ത്യക്കാർ തുറന്ന് ഗവൺമെൻറ്റിനെതിരായിട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അവർക്ക് വളരെ ഭയമാണ്. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഈ വിസയുടെ പ്രശ്നം വന്നതുകൊണ്ട് അവരെ എല്ലാം പുറത്താക്കി കളയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഒരു എതിർപ്പ് പണ്ടേ വരേണ്ടതാണ്. ലോസ് ആഞ്ചലസിൽ കുറച്ച് നാൾ മുമ്പൊരു ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടായല്ലോ പ്രസിഡന്റിനെതിരായിട്ട്. പക്ഷേ പ്രസിഡന്റിൻ്റെ പല പ്രവർത്തനങ്ങളും, വിശേഷിച്ചും അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയിൽ നടത്തിയ പ്രസംഗം വളരെ ലോകത്തെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ്. യുണൈറ്റഡ് നേഷൻസിന് ഒരു പർപ്പസും ഇല്ല, അത് അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും. അതുകൊണ്ട് ഞാനാണ് ഇനി സമാധാനം പുലർത്താൻ പോകുന്നത്, അമേരിക്കയാണ് ലോകത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ തീർച്ചയായും എല്ലാവരെയും ഒരു പ്രതിബന്ധത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതും കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒന്നിച്ച് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, യുദ്ധവിരാമമെങ്കിലും ഉണ്ടായാൽ പാവപ്പെട്ട പാലസ്തീൻകാരുടെ കുരുതി ദിവസവും നടക്കുന്നത് അവസാനിച്ചാൽ തന്നെ നമുക്കെല്ലാം സമാധാനമാകും. പിന്നീട് സമാധാന ചർച്ചകളും മറ്റും തുടരാം. പക്ഷേ ഈ ക്രൂരമായ കുരുതി നടക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സർ, ട്രംപിന്റെ ഇന്ത്യയോടുള്ള പകപോക്ക നടപടി തുടരുകയാണല്ലോ, ഇതിനൊരാദ്യം അല്ല, അത് ഹോട്ട് ആൻഡ് കോൾഡാണ്. അദ്ദേഹം ഒരു വിചിത്രമായൊരു നടപടിയാണ് ഇന്ത്യയോട് എടുത്തിരിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയോട് വന്ന ഏറ്റവും വലിയ വിരോധം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഓയിൽ വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധം തുടരാൻ റഷ്യക്ക് കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ റഷ്യയോട് നല്ല ബന്ധമുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി വാഷിങ്ടണിൽ പോയ സമയത്തൊന്നും ഇതൊരു ഇഷ്യൂ ആയിരുന്നില്ല. നമ്മുടെ റഷ്യയുള്ള ബന്ധം പഴയതാണ്, നല്ലതാണ് എന്നുള്ള അഭിപ്രായമായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നത്. പ്രസിഡന്റ് ബൈഡൻ തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിക്കണം എന്നുള്ളത്. അതിൽ നിന്ന് മാറി ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത്, മോദിയുടെ യുദ്ധമാണ് എന്ന് പറയുന്നത് സ്ഥിതി എത്തിയപ്പോഴേക്കും അത് വളരെ ഒരു തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് പറയില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചാർജാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ എണ്ണ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ വിൽക്കുന്നുണ്ട്. പക്ഷേ ചൈന കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നു, അതുപോലെ യൂറോപ്യൻ യൂണിയൻ വാങ്ങിക്കുന്നു, അമേരിക്ക തന്നെ വാങ്ങിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യയെ മാത്രം കുറ്റം പറയുക? അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ ഇതിലൊരു പ്രധാനമായ അംശമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചിലപ്പോൾ നല്ല വാക്കുകൾ, ചിലപ്പോൾ വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ടാരിഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കൺസെഷൻ നടത്തിയിട്ടില്ല. അതുപോലെ വിസയുടെ കാര്യത്തിലും H-1B വിസയുടെ കാര്യത്തിലും യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിദേശത്തു നിന്ന് വരുന്ന സിനിമകൾക്കും ഇതുപോലെ ടാരിഫ് ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ പുറത്തുനിന്ന് സിനിമ എന്ന് പറയുമ്പോൾ ഹോളിവുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമകളാണ് അമേരിക്കയിൽ ഓടുന്നത്. ഹോളിവുഡ് അമേരിക്കൻ തന്നെയാണ്. അപ്പോൾ മറ്റ് പല രാജ്യങ്ങളെക്കാളും കൂടുതൽ അതിന് കഷ്ടപ്പാടുണ്ടാകുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ടാരിഫിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആധിപത്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അദ്ദേഹമാണ് സമാധാനം പാലിച്ചത്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, അതുകൊണ്ട് നോബൽ പ്രൈസ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായ അദ്ദേഹത്തിന് വ്യക്തിപരമായുള്ള പ്രശ്നം. ഇപ്പോൾ തന്നെ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാണ്, താങ്കളാണ് പല യുദ്ധങ്ങളും ഇല്ലാതാക്കിയതെന്ന്. അദ്ദേഹം ഇതിന് മുമ്പ് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രസിഡന്റ് ട്രംപിനോട് പറയുകയും ചെയ്തു 1-2 സിറ്റുവേഷൻസിൽ. പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണെന്ന്. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധത്തിൻ്റെ കാര്യത്തിലോ പറഞ്ഞിട്ടില്ല. പക്ഷേ 2 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് പ്രസിഡന്റ് ട്രംപാണെന്നും
അതിനുശേഷം സെക്രട്ടറി ജനറൽ പറഞ്ഞ വളരെ പ്രധാനമായ ഒരു വാക്യം അദ്ദേഹത്തോട് പറഞ്ഞത്, ഐ ഷാൽ ബി അറ്റ് യുവർ ഡിസ്പോസൽ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ സെക്രട്ടറി ജനറൽ തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരം പ്രസിഡന്റ് ട്രംപിന് നൽകിയ ഒരു പ്രതീതിയാണ് ഇന്നലെ ഉണ്ടായത്.